നമസ്കാരം. സക്സസ് പാത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഏത്? ഇന്ത്യയിൽ 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ കോത്താരി കമ്മീഷൻ. കോത്താരി കമ്മീഷനാണ് ഇന്ത്യയിൽ 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ. ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ആരുടെ പുസ്തകമാണ്? ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ. വി.പി. മേനോൻ. വി.പി. മേനോന്റെ പുസ്തകമാണ് ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ. 1954-64 കാലഘട്ടത്തിനിടയ്ക്ക് എത്ര IITകൾ ഇന്ത്യയിൽ സ്ഥാപിതമായിട്ടുണ്ട്? 1954-64 കാലഘട്ടത്തിനിടയ്ക്ക് എത്ര IITകൾ ഇന്ത്യയിൽ സ്ഥാപിതമായിട്ടുണ്ട്? 5 IITകളാണ് 1954-നും 64-നും ഇടയ്ക്ക് ഇന്ത്യയിൽ സ്ഥാപിതമായിട്ടുള്ളത്. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമിട്ടുകൊണ്ട് ന്യൂഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തനമാരംഭിച്ച സ്ഥാപനം ഏത്? ലളിതകലാ അക്കാദമി. ലളിതകലാ അക്കാദമിയാണ് ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമിട്ടുകൊണ്ട് ന്യൂഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തനമാരംഭിച്ച സ്ഥാപനം. മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയതാര്? മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത്. ചാന്നാർ ലഹള നടന്ന വർഷം. ചാന്നാർ ലഹള നടന്ന വർഷം 1859 ആണ്. 1859 ചാന്നാർ ലഹള നടന്നത്. വാദിക്കാനും ജയിക്കാനുമില്ല, അറിയാനും അറിയിക്കാനുമാണ്. ആരുടെ പ്രശസ്തമായ വാക്കുകളാണിത്? വാദിക്കാനും ജയിക്കാനുമില്ല, അറിയാനും അറിയിക്കാനുമാണ്. ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിന്റെ പ്രശസ്തമായ വാക്കുകളാണ് വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്നുള്ളത്. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ്? ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് കെ കേളപ്പന്റെ നേതൃത്വത്തിലാണ്. കെ കേളപ്പന്റെ നേതൃത്വത്തിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് സി ശങ്കരൻ നായരാണ്. ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത്. ഓർഗൻ ഓഫ് കോർട്ടി ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓർഗൻ ഓഫ് കോർട്ടി ചെവിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഉമിനീരിന്റെ pH മൂല്യം. ഉമിനീരിന്റെ pH മൂല്യം 6.2 തൊട്ട് 7.6 വരെയാണ്. 6.2 to 7.6 വരെയാണ് ഉമിനീരിന്റെ pH മൂല്യം. കേരളത്തിന്റെ ആരോഗ്യ പദ്ധതികളിൽ ഒന്നായ ആർദ്രം പദ്ധതികളിൽ പെടാത്തത് ഏത്? തന്നിരിക്കുന്നതിൽ D ആണ് ആൻസർ. അടിസ്ഥാന സൗകര്യ വികസന കാര്യങ്ങൾക്ക് വേണ്ട ഫണ്ട് പഞ്ചായത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നുള്ളത് കേരളത്തിന്റെ ആരോഗ്യ പദ്ധതികളിൽ ഒന്നായ ആർദ്രം പദ്ധതിയിൽ പെടാത്തതാണ്. കേരളത്തിന്റെ ആരോഗ്യ പദ്ധതികളിൽ ഒന്നായ ആർദ്രം പദ്ധതിയിലുള്ളതാണ് ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗി സൗഹൃദപരമായ സേവനങ്ങൾ ലഭ്യമാക്കുക, പ്രൈമറി ഹെൽത്ത് സെന്ററുകളെ ഫാമിലി ഹെൽത്ത് സെന്ററുകളാക്കി വിപുലപ്പെടുത്തുക, ജില്ലാ താലൂക്ക് ആശുപത്രികളിൽ സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ഉറപ്പാക്കുക. ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗി സൗഹൃദപരമായ സേവനങ്ങൾ ലഭ്യമാക്കുക, പ്രൈമറി ഹെൽത്ത് സെന്ററുകളെ ഫാമിലി ഹെൽത്ത് സെന്ററുകളാക്കി വിപുലപ്പെടുത്തുക, ജില്ലാ താലൂക്ക് ആശുപത്രികളിൽ സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ഉറപ്പാക്കുക എന്നിവ കേരളത്തിന്റെ ആരോഗ്യ പദ്ധതികളിൽ ഒന്നായ ആർദ്രം പദ്ധതികളിൽ ഉൾപ്പെടുന്നതാണ്. മന്ദരോഗം പരത്തുന്ന കൊതുകുകൾ. മന്ദരോഗം പരത്തുന്ന കൊതുകുകൾ ക്യൂലെക്സ് കൊതുകുകളാണ്. ക്യൂലെക്സ് കൊതുകുകളാണ് മന്ദരോഗം പരത്തുന്ന കൊതുകുകൾ. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം ഉണ്ടായാൽ നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്നു, തുടർന്ന് അന്ധതയിലേക്കും നയിക്കുന്നു. ഈ അവസ്ഥയുടെ പേര്? വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീർന്ന് അന്ധതയിലേക്ക് നയിക്കും. ഈ അവസ്ഥയുടെ പേര് സിറോഫ്താൽമിയ എന്നാണ്. ഈ അവസ്ഥയുടെ പേര് സിറോഫ്താൽമിയ. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം ഉണ്ടായാൽ നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീർന്ന് അന്ധതയിലേക്ക് നയിക്കുന്ന ഒരവസ്ഥയാണ് സിറോഫ്താൽമിയ.
താഴെ കൊടുത്തിരിക്കുന്നവയിൽ വന്യജീവി സംരക്ഷണ കേന്ദ്രം അല്ലാത്തത് ഏത്? തന്നിരിക്കുന്നതിൽ വന്യജീവി സംരക്ഷണ കേന്ദ്രം അല്ലാത്തത് രൂപ്കുണ്ട് ആണ്. രൂപ്കുണ്ട് ആണ് തന്നിരിക്കുന്നതിൽ വന്യജീവി സംരക്ഷണ കേന്ദ്രം അല്ലാത്തത്. സുന്ദർബൻസ്, മനാസ്, സരിസ്ക ഇതെല്ലാം വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങളാണ്. സുന്ദർബൻസ്, മനാസ്, സരിസ്ക എന്നിവകൾ വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങളാണ്. കേരളത്തിലെ കാടുകളിൽ വിസ്തൃതിയിൽ ഏറ്റവും കൂടുതലുള്ള വിഭാഗം ഏത്? കേരളത്തിലെ കാടുകളിൽ വിസ്തൃതിയിൽ ഏറ്റവും കൂടുതലുള്ള വിഭാഗം ആർദ്ര ഇലപൊഴിയും വനങ്ങൾ. ആർദ്ര ഇലപൊഴിയും വനങ്ങളാണ് കേരളത്തിലെ കാടുകളിൽ വിസ്തൃതിയിൽ ഏറ്റവും കൂടുതലുള്ള വിഭാഗം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ലൈക്കനുകൾ എന്ന വിഭാഗം സസ്യങ്ങളെ വായു മലിനീകരണത്തിന്റെ സൂചകങ്ങളായി കണക്കാക്കാം. വായു മലിനീകരണം കുറയ്ക്കുന്നതിനു വേണ്ടി കാറ്റലിറ്റിക് കൺവെർട്ടർ എന്ന ഉപകരണം ഘടിപ്പിച്ച വാഹനങ്ങളിൽ ലെഡ് അടങ്ങിയിട്ടില്ലാത്ത പെട്രോൾ ആണ് ഉപയോഗിക്കേണ്ടത്. ലൈക്കനുകൾ എന്ന വിഭാഗം സസ്യങ്ങളെ വായു മലിനീകരണത്തിന്റെ സൂചകങ്ങളായി കണക്കാക്കാം. വായു മലിനീകരണം കുറയ്ക്കുന്നതിനു വേണ്ടി കാറ്റലിറ്റിക് കൺവെർട്ടർ എന്ന ഉപകരണം ഘടിപ്പിച്ച വാഹനങ്ങളിൽ ലെഡ് അടങ്ങിയിട്ടില്ലാത്ത പെട്രോൾ ആണ് ഉപയോഗിക്കേണ്ടത്. 27ാമത് സംസ്ഥാന വിത്ത് ഉപസമിതി തീരുമാനപ്രകാരം മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്തതും തൃശൂർ ജില്ലയിലെ കോൾപ്പാടങ്ങളിലേക്ക് അനുയോജ്യമായതുമായ നെല്ലിന്റെ ഇനം ഏതാണ്? KU മനുരത്നയാണ് 27ാമത് സംസ്ഥാന വിത്ത് ഉപസമിതി തീരുമാനപ്രകാരം മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്തതും തൃശൂർ ജില്ലയിലെ കോൾപ്പാടങ്ങളിലേക്ക് അനുയോജ്യമായതുമായ നെല്ലിന്റെ ഇനം. ആഗോളതാപനത്തിന് കാരണമായ ഹരിതഗൃഹവാതകങ്ങളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്നത് ഏത്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ആഗോളതാപനത്തിന് കാരണമായ ഹരിതഗൃഹവാതകങ്ങളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്നത്. പരസ്പര ബന്ധമില്ലാത്തത് തിരിച്ചറിയുക. 2ഉം 4ഉമാണ് പരസ്പര ബന്ധമില്ലാത്തത്. കാൽഷ്യം സംക്രമണ ലോഹം എന്നുള്ളത് ഒരു ബന്ധവുമില്ല. ക്ലോറിൻ ഉത്കൃഷ്ടവാതകം എന്നുള്ളതും ഒരു ബന്ധവുമില്ല. സോഡിയം ആൽക്കലി ലോഹം എന്നുള്ളത് കറക്റ്റാണ്. അലൂമിനിയം ബോറോൺ കുടുംബം എന്നുള്ളതും കറക്റ്റാണ്. ഒരു ജലതന്മാത്രയിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ അറ്റോമിക മാസിലുള്ള അനുപാതം എത്രയാണ്? ഒരു ജലതന്മാത്രയിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ അറ്റോമിക മാസിലുള്ള അനുപാതം 1.8 ആണ്. 1.8 ആണ് ഒരു ജലതന്മാത്രയിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള അറ്റോമിക മാസിലുള്ള അനുപാതം. പഞ്ചസാരയിലെ ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ്? പഞ്ചസാരയിലെ ഘടകമൂലകങ്ങൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവയാണ്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവയാണ് പഞ്ചസാരയിലെ ഘടകമൂലകങ്ങൾ. ആറ്റത്തിന്റെ ചാർജില്ലാത്ത കണമായ ന്യൂട്രോണിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ആറ്റത്തിന്റെ ചാർജില്ലാത്ത കണമായ ന്യൂട്രോണിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ജെയിംസ് ചാഡ്വിക് ആണ് ആറ്റത്തിന്റെ ചാർജില്ലാത്ത കണമായ ന്യൂട്രോണിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. അയിരുകളെയും ധാതുക്കളെയും സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? തന്നിരിക്കുന്നതിൽ എ ആണ് ശരിയായിട്ടുള്ളത്. 1ഉം 2ഉം. എല്ലാ അയിരുകളും ധാതുക്കളാണ്. എല്ലാ ധാതുക്കളും അയിരുകളല്ല. തന്നിരിക്കുന്ന 2 പ്രസ്താവനകളും ശരിയാണ്. എല്ലാ അയിരുകളും ധാതുക്കളാണ്. എല്ലാ ധാതുക്കളും അയിരുകളല്ല. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ഡാഷ്. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം. വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ഡാഷ്. വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നത് ദോലനം ആണ്. വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നത് ദോലനം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തി എഴുതുക. തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് കൽക്കരിയാണ്. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ആവൃത്തിയുടെ താഴ്ന്ന പരിധി ഡാഷ് ആണ്. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ആവൃത്തിയുടെ താഴ്ന്ന പരിധി 20 ഹെർട്സ് ആണ്. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ആവൃത്തിയുടെ താഴ്ന്ന പരിധി 20 ഹെർട്സ് ആണ്. പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ ആണ്. താഴെ പറയുന്നവയിൽ ദ്രാവകാവസ്ഥയിലുള്ള അലോഹം ഏത്? തന്നിരിക്കുന്നതിൽ ദ്രാവകാവസ്ഥയിലുള്ള അലോഹം ബ്രോമിൻ ആണ്.
തന്നിരിക്കുന്നവയിൽ ദ്രാവകാവസ്ഥയിലുള്ള അലോഹം ബ്രോമിൻ. ശങ്കരൻകുട്ടി മുഖ്യ കഥാപാത്രമായി വരുന്ന ചലച്ചിത്രം ഏത്? ശങ്കരൻകുട്ടി മുഖ്യ കഥാപാത്രമായി വരുന്ന ചലച്ചിത്രം കൊടിയേറ്റം. ശങ്കരൻകുട്ടി മുഖ്യ കഥാപാത്രമായി വരുന്ന ചലച്ചിത്രം കൊടിയേറ്റം. ഭാരതപര്യടനം ഏത് വിഭാഗത്തിൽ പെടുന്ന കൃതിയാണ്? ഭാരതപര്യടനം ഏത് വിഭാഗത്തിൽ പെടുന്ന കൃതി? സാഹിത്യവിമർശനം. സാഹിത്യവിമർശനം വിഭാഗത്തിൽ പെടുന്ന കൃതിയാണ് ഭാരതപര്യടനം. പ്രസിദ്ധമായ മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് ഏതു നദിയുടെ തീരത്താണ്? പമ്പ നദിയുടെ തീരത്താണ്. പമ്പ നദിയുടെ തീരത്താണ് പ്രസിദ്ധമായ മാരാമൺ കൺവെൻഷൻ നടക്കുന്നത്. ഗ്രാൻഡ് സ്ലാം എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ഗ്രാൻഡ് സ്ലാം എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ടെന്നീസ്. ഗ്രാൻഡ് സ്ലാം എന്ന പദം ടെന്നീസുമായി ബന്ധപ്പെട്ടതാണ്. 2023 സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്ക്? 2023 സരസ്വതി സമ്മാൻ ലഭിച്ചത് പ്രഭാവർമ്മ. പ്രഭാവർമ്മയ്ക്കാണ് 2023 സരസ്വതി സമ്മാൻ ലഭിച്ചത്. 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ഏത്? 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ഹിമപ്പുലി. ഹിമപ്പുലി ആയിരുന്നു 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പരതന്ത്രം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. ആരുടെ വരികളാണിവ? സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പരതന്ത്രം മാനികൾക്കു മൃതിയേക്കാൾ ഭയാനകം. ഈ വരികൾ കുമാരനാശാന്റെയാണ്. കുമാരനാശാന്റെ വരികളാണ് സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്രം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. ആപ്പിൾ കമ്പനിയുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേര്? ആപ്പിൾ കമ്പനിയുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേര് മാക് OS X. മാക് OS X എന്നതാണ് ആപ്പിൾ കമ്പനിയുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേര്. താഴെ പറയുന്നതിൽ സെർച്ച് എഞ്ചിൻ അല്ലാത്തത് ഏത്? തന്നിരിക്കുന്നതിൽ സെർച്ച് എഞ്ചിൻ അല്ലാത്തത് സഫാരിയാണ്. യാഹൂ, ബിങ്, ആസ്ക് ഇതെല്ലാം സെർച്ച് എഞ്ചിൻസ് ആണ്. പ്രോമിന്റെ പൂർണ്ണരൂപം ഏത്? പ്രോമിന്റെ പൂർണ്ണരൂപമാണ് പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്നത് പ്രോമിന്റെ പൂർണ്ണരൂപമാണ്. ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് അവസാനമായി ഭേദഗതി ചെയ്ത വർഷം ഏത്? ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് അവസാനമായി ഭേദഗതി ചെയ്ത വർഷം 2008. 2008 ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് അവസാനമായി ഭേദഗതി ചെയ്തത്. താഴെ പറയുന്നതിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനെ കുറിച്ച് ശരിയല്ലാത്തത് ഏത്? തന്നിരിക്കുന്നതിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനെ കുറിച്ച് ശരിയല്ലാത്തത് സി ആണ്. കൂടിയ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഫറൻസ് എന്നുള്ളത് തെറ്റാണ്. കൂടിയ ബാൻഡ് വിഡ്ത്തും കൂടിയ ചെലവ് ആണെന്നുള്ളതും ഒപ്റ്റിക്കൽ ഫൈബറിനെ കുറിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. കൂടിയ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഫറൻസ് ആണെന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് വിവരാവകാശ നിയമം 2005 പ്രകാരം ഒഴിവാക്കിയിട്ടില്ലാത്തത്? തന്നിരിക്കുന്നതിൽ ഫയലുകൾ, രജിസ്റ്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളുടെയും പരിശോധനയ്ക്കുള്ള അവകാശമാണ് വിവരാവകാശ നിയമം 2005 പ്രകാരം ഒഴിവാക്കിയിട്ടില്ലാത്തത്. ഫയലുകൾ, രജിസ്റ്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളുടെയും പരിശോധനയ്ക്കുള്ള അവകാശം വിവരാവകാശ നിയമം 2005 പ്രകാരം ഒഴിവാക്കിയിട്ടില്ല. പോക്സോ നിയമം 2012 എത്ര വകുപ്പുകളാണുള്ളത്? പോക്സോ നിയമം 2012 എത്ര വകുപ്പുകളാണുള്ളത്? 46. പോക്സോ നിയമം 2012 46 വകുപ്പുകളാണുള്ളത്. ഗാർഹിക പീഡന നിരോധന നിയമം 2005 വകുപ്പ് 2 സബ്സെക്ഷൻ ബി പ്രകാരം കുട്ടിയുടെ നിർവചനത്തിൽ വരുന്ന വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? തന്നിരിക്കുന്നതിൽ സി ആണ്. ഗാർഹിക പീഡന നിരോധന നിയമം 2005 വകുപ്പ് 2 സബ്സെക്ഷൻ ബി പ്രകാരം കുട്ടിയുടെ നിർവചനത്തിൽ വരുന്ന വിഭാഗം 18 വയസ്സിൽ താഴെയുള്ള ഏതൊരു വ്യക്തിയും ആ വ്യക്തിയെ കുട്ടി എന്ന നിർവചനത്തിൽ വരുന്നു. SC/ST വിഭാഗങ്ങൾക്കെതിരായ ആക്രമണ നിരോധന നിയമം പാർലമെന്റ് പാസാക്കിയത് ഏത് വർഷമാണ്? SC/ST വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമം പാർലമെന്റ് പാസാക്കിയത് ഏത് വർഷമാണ്? 1989.
1989 SC/ST വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമം പാർലമെന്റ് പാസാക്കിയത്. ഉപഭോക്തൃ സംരക്ഷണ നിയമം പ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് ഉപഭോക്താവിന്റെ അവകാശം അല്ലാത്തത്? ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഉപഭോക്താവിന്റെ അവകാശം അല്ലാത്തത് ചൂഷണം ചെയ്യപ്പെടാനുള്ള അവകാശം. ചൂഷണം ചെയ്യപ്പെടാനുള്ള അവകാശമാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഉപഭോക്താവിന്റെ അവകാശം അല്ലാത്തത്. ഉപഭോക്താവിന് കേൾക്കാനുള്ള അവകാശമുണ്ട്, ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശമുണ്ട്, തിരഞ്ഞെടുക്കുവാനുള്ള അവകാശമുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ശ്രീ BS മാവോജി. ശ്രീ BS മാവോജിയാണ് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ.